ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജുസ്മാർട്ടി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അധികം വിദ്യാർത്ഥികളും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകളെയാണ്. അതായത് പെട്ടെന്ന് പഠിച്ച് എത്രയും വേഗം പഠിച്ച് ജോലി നേടാൻ പറ്റുന്ന കോഴ്സുകളെയാണ് എല്ലാ കുട്ടികളും ആശ്രയിക്കാറ്. ഇപ്പോൾ മുമ്പേയുള്ള വീഡിയോകളിൽ ഞാൻ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ചും ഡിപ്ലോമ കോഴ്സുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ജോലി മേടിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ്. മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന്റെ ഒരു മേഖലയാണ്. മെഷീൻസും ടൂൾസും എക്യുപ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മാനുഫാക്ചറിംഗിൽ ഉൾപ്പെടുന്നത്. അതായത് നിർമ്മാണത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് ഈ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. യന്ത്രങ്ങളെ ഉപകരണങ്ങളെയൊക്കെ കുറിച്ചുള്ള ഗവേഷണവും അതിൻ്റെ വികസനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പോലുള്ള മറ്റു പല കാര്യങ്ങളും ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ ഓരോ വിദ്യാർത്ഥിയും നിർമ്മാണത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അത് തിരിച്ചറിയുകയും അവലോകനം ചെയ്യുകയും ഈ ഫാബ്രിക്കേഷനും അസംബ്ലിയും ഒക്കെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടതെന്ന് നോക്കാം. ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് +2-ൽ 50% മാർക്കാണ്. അതുപോലെ തന്നെ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കാണ് മുൻഗണന. ചില കോളേജുകൾ എൻട്രൻസ് എക്സാം നടത്തിയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ +2 സയൻസ് ഒരു 50% മാർക്കോടെ പാസ്സായവരെ അപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അവർ +2 സയൻസ് ആണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഫീസ് നോക്കുകയാണെങ്കിൽ ഓരോ കോളേജിലും വ്യത്യസ്തമായിട്ടുള്ള ഫീസായിരിക്കും. കാരണം ഓരോ കോളേജിൻ്റെ പേരും പ്രശസ്തിയൊക്കെ നോക്കിയിട്ടായിരിക്കും അവരുടെ ഫീസിലും വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് മേഖലയിലും പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ, ബോട്ടുകൾ, വിമാനങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും ഇങ്ങനെയുള്ള പല മേഖലയിലും പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ബയോമെഡിക്കൽ ഉപകരണങ്ങൾ, മൈക്രോ ഇലക്ട്രോണിക്സ്, ഗതാഗതം, നിർമ്മാണ ഉപകരണങ്ങൾ, വിമാനം, ബഹിരാകാശ വാഹനങ്ങൾ, അതുപോലെ തന്നെ ഈ സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ഇങ്ങനെ ഒരുപാട് വ്യവസായങ്ങളിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്തു പോകുന്ന ഒരു കോഴ്സാണിത്. എഞ്ചിനീയറിംഗ് മാത്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എലമെന്റ്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് മെക്കാനിക്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്, ലാംഗ്വേജ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, Basic Thermodynamic, Manufacturing Process 1, Computer Aided Machine Drawing, Dynamic of Machinery, CAD, CAM, Operations Research, Engineering Economy, Quality Assurance, Facility Planning and Design, Foundry Technology, Automation in Manufacture, Computer Graphics, Metal Forming Technology, Mechanical Vibrations, Product Design and Manufacture, Seminar on Project Work, Industrial Robotics, Advanced Material Technology, വെൽഡിംഗ് ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയ്ക്കൊക്കെ ആനുവൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. അസിസ്റ്റന്റ് മാനേജർ, മാനേജർ, എക്സിക്യൂട്ടീവ് മാനേജർ, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് ക്വാളിറ്റി എഞ്ചിനീയർ, ടീച്ചർ ആൻഡ് ലെക്ചറർ, സപ്ലയർ ക്വാളിറ്റി എഞ്ചിനീയർ, മാനുഫാക്ചറിംഗ് പ്രോസസ് എഞ്ചിനീയർ, എഞ്ചിനീയർ ട്രെയിനി, ഇങ്ങനെ പല തരത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ PG ലെവൽ കോഴ്സുകളും PhD വരെ ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ജോലി ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ കഴിവും സാമർത്ഥ്യവും കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജോലി നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് കോളേജാണ് NTTF ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റർ മലപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചേരുന്നതിന് മുമ്പ് നന്നായിട്ട് കോളേജിനെ കുറിച്ച് അറിഞ്ഞ് ഫീസിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം ചേരുക. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു നല്ല ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു ഡിപ്ലോമ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കൊണ്ടോ നമുക്കൊരു ജോലി കിട്ടണമെന്നില്ല. അത്രയും ലക്ക് വേണം നമുക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ എപ്പോഴും നല്ലത് നമ്മൾ ഒരു ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കൂടി കടക്കുക എന്നുള്ളതാണ്. അതായത് അതിൻ്റെ PG ലെവലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു കോഴ്സും കൂടി പഠിച്ചതിന് ശേഷം ജോലിക്ക് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നന്നായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നല്ല സാലറിയോട് കൂടി ഒരു ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്.
അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.